ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ വീട്ടിൽ വെച്ച് ഫാമിലി സംഘത്തിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഓരോ വീടുകളിലാണ് സംഘം കൂടാറ്. അന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അതാത് വീടുകളിൽ റെഡിയാക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് കേട്ടോ. നമ്മൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കപ്പ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലും കപ്പ അടുപ്പത്ത് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഉള്ളി വഴറ്റിയതും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടു. പിന്നെ എല്ലാവരും കപ്പ ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചോറും സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി വാഴയ്ക്കും മമ്പയറും കൂടെ തോരൻ വെച്ചതും മത്തി വറുത്തതൊക്കെ റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ മോരുകറി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ കപ്പ ബിരിയാണി ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കലത്തിലാണ് എല്ല് വേവിച്ചത്. അത് നമ്മൾ കപ്പ കൂട്ടാൻ വേണ്ടിയിട്ട് ചെരുവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതാ വേവിച്ച് വെച്ച കപ്പയും കൂടെ ഈ മിക്സിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് താളിച്ചതും കൂടെ ചേർക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് കടുക് വറുത്ത് താളിച്ചതും കൂടെ ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഈ കപ്പ എല്ലാം കൂടെ നമ്മൾ ഉടച്ച് ചേർത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫാമിലി സംഘം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ അങ്ങനെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും ഓരോ വീട്ടിൽ കൂടാറുണ്ട്. ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷം പങ്കുവെച്ച് ഒരു മീറ്റിംഗ്, ഒരു സംഘം കൂടുക എന്നുള്ള ഒരു വൈബല്ല, ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുക എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അതുപോലെ മക്കളെല്ലാവരും കളിയിലേർപ്പെടും. അങ്ങനെ നമ്മളിത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. പപ്പടം കാച്ചി അതിന് ശേഷം തൈര് സാലഡും റെഡിയാക്കി. അങ്ങനെ നമ്മളുടെ പാചക പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഓരോരുത്തരെയായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഇതാ നമ്മുടെ അമോദേട്ടനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സനൂപേട്ടനും സുജിനിയും മോനും വന്നിട്ടുണ്ട്. ഇതാ അജിമോളും മക്കളും പിന്നെ രാജമാമയും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അഭിലാഷേട്ടനും ഫാമിലി എത്തി. ഇത് നമ്മുടെ ക്രിസ്റ്റിയാണ് കേട്ടോ. ക്രിസ്റ്റി നമ്മുടെ ലൈവിലൊക്കെ കയറാറുണ്ട്. അതിനുശേഷം ഇതാ ബിജോയും മാഷും അമ്പിളി ചേച്ചിയും കുടുംബം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീതയും നിഷാദും കല്ലും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സംഘം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചു. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ. പ്രസിഡൻറ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ. പിന്നെ മക്കളെല്ലാവരും മുറ്റത്ത് കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് അംഗീകാരങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനുള്ള മെമൻറ്റോയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ അഭിലാഷ് ഏട്ടൻ്റെയും പ്രിയയുടെയും മകൻ ക്രിസ്റ്റി CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ 3ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കി. അതിനുള്ള മെമൻറ്റോ അമ്പിളി ചേച്ചി ക്രിസ്റ്റിക്ക് നൽകി. ക്രിസ്റ്റിയുടെ അനിയത്തി ജുവൽ മരിയ നമ്മുടെ ഡോറക്കുട്ടി നാടോടി നൃത്തത്തിലും മോഹിനിയാട്ടത്തിലും A ഗ്രേഡ് കരസ്ഥമാക്കി. അതിനുള്ള മെമൻറ്റോ നമ്മുടെ ബിജോയ് മാഷ് നൽകി. അതിനുശേഷം വയനാട് ജില്ലയിലെ മികച്ച NSS യൂണിറ്റായി വിജയ സ്കൂളിലെ യൂണിറ്റിനെയും പ്രോഗ്രാം ഓഫീസറായി നമ്മുടെ ബിജോയ് മാഷിനെയും തിരഞ്ഞെടുത്തു. അതിനുള്ള മെമൻറ്റോ നമ്മുടെ രാജമാമ മാഷിന് നൽകി. അതിനുശേഷം പേരറിയാത്ത ആ പെൺകുട്ടി ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളാണ് എന്ന തലക്കെട്ടോടുകൂടി വന്ന ന്യൂസാണ്. വിജനമായ സ്ഥലത്ത് രാത്രി ഇറങ്ങിയ പെൺകുട്ടിക്ക് ബന്ധുക്കൾ വരുന്നത് വരെ ബസ് നിർത്തി കാവൽ നിന്നു ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും. അതിലൊരാൾ നമ്മുടെ സനൂപേട്ടനാണ്. അതിനുള്ള മെമൻറ്റോയും രാജമാമ നൽകി. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാറി കേട്ടോ. മക്കൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു. കപ്പ ബിരിയാണിയാണ് വിളമ്പുന്നത്. എല്ലാവർക്കും കപ്പ ബിരിയാണി വേണ്ട. അപ്പം കുറച്ച് പേര് ചോറ് കഴിച്ചു. സുജിനിയാണ് കേട്ടോ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ലേഡീസ് എല്ലാവരും കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ജെൻസ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ലാസ്റ്റ് ഞാനും അവരുടെ കൂടെയാണ് ഇരുന്നത്. അങ്ങനെ ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. വളരെ നല്ല അഭിപ്രായമാണ് ഭക്ഷണത്തിന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ വരും. അപ്പോൾ അഭിലാഷേട്ടൻ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചാനലിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇത് കുറച്ച് മുന്നേ നടന്നൊരു ഫംഗ്ഷനാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ താമസിച്ചു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.